50ാമത് വിവാഹ വാർഷിക ദിനത്തിൽ കുടുംബ സൗഹൃദ സംഗമം തന്നെ നടത്തിയാണ് ഗോവിന്ദൻ നമ്പ്യാരും രോഹിണിയമ്മയും ശ്രദ്ധ നേടിയത്. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. വിവാഹ വാർഷികങ്ങൾ ആർഭാടത്തോടെ ആഘോഷിക്കുന്നതാണ് പുതിയ കാലത്തിന്റെ പ്രത്യേകത. 50ാമത് വിവാഹ വാർഷിക ദിനത്തിൽ കുടുംബ സൗഹൃദ സംഗമം തന്നെ നടത്തിയാണ് ഗോവിന്ദൻ നമ്പ്യാരും രോഹിണിയമ്മയും ശ്രദ്ധ നേടിയത്. ലോക ബോക്സിംഗ് ചാമ്പ്യൻ KC ലേഖയുടെ മാതാപിതാക്കളാണ് കരിപ്പാലിലെ MP ഗോവിന്ദൻ നമ്പ്യാരും KC രോഹിണിയമ്മയും. ഇവരുടെ 50ാമത് വിവാഹ വാർഷികവും കുടുംബ സൗഹൃദ സംഘവും പെരുമ്പടവ് കരിപ്പാലിനടുത്തുള്ള ചാത്തമംഗലത്ത് കുടുംബ വീട്ടിൽ വച്ചാണ് ആഘോഷിച്ചത്. അന്താരാഷ്ട്ര റഫറിയും മലബാർ സ്കൂൾ സ്പോർട്സ് കോർഡിനേറ്ററുമായ TV അരുണാചലം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ ഒരു വീട്ടിൽ ആര് വന്നാലും അവർക്ക് ഭക്ഷണം കൊടുക്കുക, അവരെ സ്നേഹത്തോടെ പരിചരിക്കുക എന്ന് ചെയ്യുന്ന കർത്തവ്യത്തിന്റെ ഉടമകൂടിയാണ് ബഹുമാനപ്പെട്ട രോഹിണിയമ്മയും. നിങ്ങൾ എന്നെ ശ്രമിക്കുന്ന നിങ്ങൾ എല്ലാവരുടെയും ഇവരുടെ സ്നേഹവും വാത്സല്യവും ഏറെ അനുഭവിച്ചവരായിരിക്കും. ഒപ്പം തന്നെ ഇവർ കുടുംബങ്ങളിൽ അന്യമായി കൊണ്ടിരിക്കുന്ന സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഐക്യത്തിൻ്റെയും നന്മകൾ കുടുംബത്തിലും സമൂഹത്തിലും ഊട്ടിയുറപ്പിക്കുവാൻ ഇത്തരം ചടങ്ങുകൾക്ക് സാധിക്കുമെന്നും വാർദ്ധക്യത്തിലേക്ക് കടക്കുന്നവർക്ക് അവരുടെ കൂടെ മക്കളും പേരമക്കളും ബന്ധുക്കളും സുഹൃത്തുക്കളും ഉണ്ടാകുമെന്നുള്ള കരുതലും വിശ്വാസവും ഇത്തരം ആഘോഷങ്ങൾക്ക് കുടുംബ സൗഹൃദ സംഗമങ്ങൾക്ക് സാധിക്കുമെന്നും ഉദ്ഘാടകൻ പറഞ്ഞു. ചടങ്ങിൽ KC നാരായണൻ, റിട്ടയർഡ് HM ചന്ദ്രശേഖര മാസ്റ്റർ, PV കുട്ടൻ, റിയാസ് KMR എന്നിവർ ആശംസാപ്രസംഗം നടത്തി. മക്കളായ KC രാജീവൻ, KC രാജേഷ്, KC ലേഖ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. പ്രശസ്ത ഗായകൻ കണ്ണൂർ രഞ്ജിത്തിന്റെ കരോക്കെ ഗാനമേളയും കരിപ്പാൽ കോൽക്കളി സംഘത്തിൻ്റെയും പേരുൾ നാട്യസംഘത്തിൻ്റെയും ഫ്യൂഷൻ ഡാൻസും കുടുംബാംഗങ്ങളുടെയും നാട്ടുകാരുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. ചടങ്ങിലെത്തിയവർക്ക് ഗോവിന്ദൻ നമ്പ്യാരും രോഹിണിയമ്മയും നന്ദി രേഖപ്പെടുത്തി. പണിക്ക് പോയിട്ടുണ്ട്. നമ്മൾ വന്ന് ചെറുപ്പത്തിൽ വളരെ കഷ്ടപ്പാട്ട് ജീവിച്ചതാണ്. എങ്കിലും നിങ്ങൾ ഉണ്ടാക്കി തന്നതിന് വളരെയധികം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നാരായണനെന്നു നാമം അവൻ കൂടാട്ടു വീട്ടിൽ വളർന്നു. പാർവതി ദേവിയാം നാരി അവൾ വേങ്ങയിൽ വീട്ടിൽ ജനിച്ചു. നാരായണനെന്നു നാമം അവൻ കൂടാട്ടു വീട്ടിൽ വളർന്നു. പാർവതി ദേവിയാം നാരി അവൾ വേങ്ങയിൽ. നാലാമതായൊരു സൂര്യൻ ഭാഗ്യദേവനായി വന്നു പിറന്നു. ഗോവിന്ദൻ എന്നല്ലോ നാമം ഭാഗ്യനക്ഷത്രമായി വളർന്നു. ഇതൊരു ഭംഗി അപ്പോഴുണ്ടായൊരു സന്തോഷത്താൽ ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.